ദേശീയപാത വികസനം 45 മീറ്ററാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപനം വന്നതോടെ ഭീതിയിലാണ് ഇരകൾ. തല്ലിക്കൊന്നാലും തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഇറങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും പോവില്ല. ഇത് 80 വയസ്സിനോടടുത്ത ബിയുമ്മ. ഇവരുടെ നിലപാട് തന്നെയാണ് കുടിയൊഴിപ്പിക്കൽ ഭീതിയിൽ കഴിയുന്ന ഓരോരുത്തർക്കുമുള്ളത്. ക്യാമറയ്ക്ക് മുന്നിൽ ഇതുവരെ മുഖം കാണിക്കാത്ത സൈനബയും ജനലഴിക്കുള്ളിൽ നിന്ന് നിശ്ചയദാർഢ്യത്തോടെ നിലപാട് പറഞ്ഞു. പരിപാടി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ഞങ്ങളെ മജ്ജത്ത് ഇട്ടുങ്ങാണ്ട് ഇഷ്ടോട്ടെ, ഞങ്ങളെ മജ്ജത്ത് ഇട്ടുങ്ങാണ്ട് പോലെ കുഴിച്ചിട്ടുങ്ങാണ്ട് പോലെ ഇഷ്ടോട്ടെ, അവൾക്ക് സ്ഥലമാണെങ്കിൽ അല്ലാതെ തരൂല. പണം തരാം, വീടും സ്ഥലവും ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടുള്ള രോഷമാണ് പരിഹാസവാക്കുകളിൽ അബ്ദുറഹ്മാൻ പങ്കുവച്ചത്. ഇപ്പം പറഞ്ഞു എന്ത് കൊടുത്തിട്ടും ഞങ്ങൾ വാങ്ങും, മതിയായ പ്രാതിനിധ്യം കൊടുക്കും. ഇവിടെ സർക്കാരിൻ്റെ അടുത്ത് എങ്ങനെ കൊടുക്കുക? സർക്കാർ ശമ്പളം കൊടുക്കാൻ എല്ലാ മാസവും എരപ്പച്ചട്ടിയിട്ട് നടക്കുന്ന മുഖ്യമന്ത്രി നമുക്കുള്ളത്. ഇയാൾ പൈസ കൊടുക്കും. സർവേ നടപടികൾ പോലും അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന ഇരകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുക എന്നത് സർക്കാരിന് കനത്ത വെല്ലുവിളിയാകും. 45 മീറ്റർ എടുക്കണമെന്ന് തന്നെ ഇവർക്കൊരു വാശിയിലാണെങ്കിൽ അത് ഞങ്ങൾ അനുവാദത്തോട് കൂടിയിട്ട് എടുക്കാൻ പറ്റൂല. അതല്ലാതെ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ നിയമപാലകന്മാരെ വെച്ചിട്ട് ഒന്നിയൊക്കെ ഞങ്ങൾ വെടിവെച്ച് കൊല്ലുക, അതല്ലാന്നുണ്ടെച്ചാൽ ജയിലിൽ കൊണ്ടുപോയി ആക്കുക, അത് ചെയ്യാൻ കഴിയും. പ്രതിരോധ സമരങ്ങൾ അടുത്തയാഴ്ചയോടെ ആരംഭിക്കാനാണ് തീരുമാനം. നാട്ടുകാർ സ്ഥലം വിട്ടു നൽകിയാൽ വീതി കൂട്ടി രാജകീയ പാത പണിത് തരാമെന്നാണ് സർക്കാർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിനു മുമ്പ് വീതി കൂട്ടാൻ വേണ്ടി ജനങ്ങൾ വിട്ടു നൽകിയ സ്ഥലത്താണ്. ഇവിടെ റോഡ് ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, കാട് ഉണ്ടായി എന്നതാണ് അവസ്ഥ. വിഘ്നേഷിനൊപ്പം റഹീസ് റഷീദ്, റിപ്പോർട്ടർ, മലപ്പുറം.